ഒരു കൊറിയൻ TV സീരീസ് നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു പരമ്പരയായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മറ്റൊരു TV സീരീസിന് ഇത്രയും താരപദവിയിലെത്താൻ കഴിയില്ല എന്ന ചോദ്യമായിരുന്നു നെറ്റിസൺസ് എല്ലാം ചോദിച്ചത്. ആ സീരീസിന്റെ പേരാണ് സ്ക്വിഡ് ഗെയിം. സീസൺ 1-ൽ 9 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ 2 വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മണി ഹീസ്റ്റിന് ശേഷം ഇത്ര ഹിറ്റായ മറ്റൊരു സീരീസ് ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ പ്രിയപ്പെട്ട ഒരു പരമ്പരയായി ഇത് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്ക്വിഡ് ഗെയിം സാധാരണ ഒരു സീരീസ് ആണോ, അല്ലെങ്കിൽ അതിന് പുറകിൽ നമ്മൾ അറിയാത്ത പല സത്യങ്ങളുണ്ടോ? യഥാർത്ഥ അർത്ഥം എന്താണ്? ഇത് ഈ ഡയറക്ടറുടെ സ്വപ്ന സിനിമയാണോ, സ്വപ്ന സീരീസ് ആണോ? പല ചോദ്യങ്ങൾ. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഹുവാങ് ഡോങ്-ഹുക്ക്, ഇദ്ദേഹമാണ് സ്ക്വിഡ് ഗെയിമിന്റെ സംവിധായകൻ. 2008-ൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് സിനിമയാക്കണമെന്ന് ഹുവാങ് ആഗ്രഹിച്ചു. 2009-ന്റെ പകുതിയോടുകൂടി തന്നെ ഒരു തിരക്കഥ പൂർത്തിയായി. 2009 മുതൽ പല സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹം പോകാൻ തുടങ്ങി. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കയ്യിലുണ്ട്. ഒരൽപ്പം വയലൻസ് ആണ്. എന്നാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളെ കൊണ്ട് സിനിമയെടുക്കാൻ സാധിക്കുമോ എന്ന് പല നിർമ്മാതാക്കളെ സമീപിച്ചു. ഈ ഹുവാങ് സാധാരണ ഒരു മനുഷ്യനല്ല. 2007 മുതൽ 2021 വരെയും ഈ ഹുവാങ് 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ 4 സിനിമകളിലും സമൂഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണ കൊറിയയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ സൃഷ്ടിച്ച ആഘാതം വളരെ വലുതായിരുന്നു. ബാലപീഡനത്തെക്കുറിച്ചുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന മനുഷ്യ നിയമങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. യഥാർത്ഥ ജീവിത സംഭവങ്ങളെ അവതരിപ്പിക്കുന്ന രീതിയിലായിരുന്നു എല്ലാ സിനിമകളും സംവിധാനം ചെയ്തിരുന്നത്. അതിനാൽ തന്നെ സിനിമകളിൽ നിന്ന് അത്രയും ലാഭമൊന്നും പ്രതീക്ഷിക്കാത്ത സംവിധായകനാണ് ഹുവാങ്. തന്റെ സിനിമകളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ 4 സിനിമകളിലും മനുഷ്യരെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 സിനിമകളിൽ ആദ്യത്തെ സിനിമ മൈ ഫാദർ 2007-ൽ റിലീസായി. 2011-ൽ പുറത്തിറങ്ങിയ ക്രൂസിബിൾ, 2014-ൽ പുറത്തിറങ്ങിയ മിസ് ഗ്രാനി, 2017-ൽ ദ ഫോർട്രസ്. ഇതിൽ 2014-ൽ വന്ന മിസ് ഗ്രാനി എന്ന ആ ഒരു സിനിമ കൊറിയൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രമായി അത് മാറി. ഇങ്ങനെ ഈ ഒരു ഹിറ്റ് സംവിധായകൻ 2008-ൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി. 2009-ൽ അത് പൂർത്തിയാക്കി. എന്നാൽ ഇതൊരു TV സീരീസായി എടുക്കാൻ 2020 വരെയും അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു സിനിമ പോലെയാണെന്ന് ചെറുപ്പം മുതലേ ഹുവാങ് മനസ്സിലാക്കിയിരുന്നു. സ്ക്വിഡ് ഗെയിം എന്ന സീരീസിലൂടെ നിങ്ങളുടെ സാധാരണ ജീവിതം, നിങ്ങളുടെ ചുറ്റുപാടുകൾ, എന്തിന് കഴിഞ്ഞുപോയ കൊറോണ ജീവിതത്തെ പോലും നിങ്ങളെ കൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ സ്ക്രിപ്റ്റ് അവസാനിച്ചു. എന്നാൽ അടുത്ത 10 വർഷം ആരും ഈ സ്ക്രിപ്റ്റിനെ തിരിഞ്ഞു നോക്കിയതേയില്ല. 2019-ൽ അദ്ദേഹം ഈ ഒരു സ്ക്രിപ്റ്റ് നെറ്റ്ഫ്ലിക്സിലേക്ക് കൊണ്ടുപോകുന്നു. നെറ്റ്ഫ്ലിക്സും ആ ഒരു സമയം കൊറിയൻ മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നെറ്റ്ഫ്ലിക്സ് അവരുടെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാനും ആഗ്രഹിച്ചു. അങ്ങനെ ഇത് ഒരു TV സീരീസായി നിർമ്മിക്കാൻ നെറ്റ്ഫ്ലിക്സ് താല്പര്യപ്പെട്ടു. അങ്ങനെ 2 വർഷത്തോളം സ്ക്വിഡ് ഗെയിമിന്റെ നിർമ്മാണം നടന്നു. ഹുവാങ് ഒരു സിനിമയാണ് നിർമ്മിക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇതൊരു സീരീസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിനെ 9 എപ്പിസോഡുകളാക്കി മാറ്റി. കൂടാതെ അദ്ദേഹത്തിന്റെ ആ തിരക്കഥയിൽ കഥാപാത്രങ്ങളുടെ എണ്ണവും കൂട്ടേണ്ടി വന്നു. പുതിയ കഥാപാത്രങ്ങളെ ചേർത്തെങ്കിലും ആ തിരക്കഥയുടെ സ്വാധീനത്തെ ഒരല്പം പോലും അദ്ദേഹം മാറ്റിയില്ല. ഈ സീരീസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടതാണ്. എങ്കിലും ചെറിയ ഒരു ആമുഖം നൽകാം. ജീവിതത്തിൽ പരാജയപ്പെട്ട ആളുകൾ, ഒരുപാട് സാമ്പത്തിക ആവശ്യമുള്ള ആളുകൾ, ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിച്ച ആളുകൾ, ഇവർക്കെല്ലാവർക്കും ആവശ്യമായ ഒന്ന് പണം മാത്രമായിരുന്നു. ഈ പരാജയപ്പെട്ട ഈ ആളുകളെ പിന്തുടരുന്ന ഒരു നിഴൽ സംഘടന,
അതായിരുന്നു സ്ക്വിഡ് ഗെയിം. സ്ക്വിഡ് ഗെയിമിൽ പങ്കെടുക്കാൻ അവർ ഈ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. പങ്കെടുക്കുന്നവർക്ക് പ്രാഥമിക പരിശീലനം നൽകിയിട്ടുണ്ട്. അവരെ ഗെയിമിൽ തോറ്റുപോവുകയാണെങ്കിൽ വലിയ പണം നേടാനുള്ള അവസരം വാഗ്ദാനം ചെയ്യുന്ന ആളുകൾ തന്നെ അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറും. എന്നാൽ പല വെല്ലുവിളികൾക്ക് ശേഷം അവർ ആ ഗെയിമിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്കൊരു വലിയ തുക തന്നെ ലഭിക്കും. പരാജയപ്പെടുകയാണെങ്കിൽ കൊല്ലുകയും വിജയിക്കുകയാണെങ്കിൽ പണം തരുമെന്ന കോൺസെപ്റ്റിലേക്ക് അവരെല്ലാം കൊണ്ടുവരുന്നു. ഇങ്ങനെ 456 പേരെ റിക്രൂട്ട് ചെയ്യുന്നു. എന്നാൽ ഈ 456 പേർക്കും പരസ്പരം ആരാണെന്ന് പോലും അറിയില്ല. ഇത്രയും പേർ ഈ ഗെയിം കളിക്കാൻ പോകുന്നു എന്ന് പോലും അവർക്കാർക്കും അറിയില്ലായിരുന്നു. 1 മുതൽ 456 വരെയുള്ള നമ്പേഴ്സ് അവർക്ക് നൽകിയിരിക്കുന്ന വസ്ത്രത്തിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവരെ എല്ലാവരെയും റിക്രൂട്ട് ചെയ്ത് അവർക്ക് മയക്കുമരുന്ന് നൽകി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവർക്ക് ധാരാളം കിടക്കകൾ നിറഞ്ഞ ഒരു വലിയ മുറി നൽകുന്നു. ഈ 456 പേർക്കും ആകെ 6 ഗെയിം ഉണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുക്കുന്ന ഗെയിമുകളെല്ലാം ചെറിയ കുട്ടികൾ കളിക്കുന്ന ഗെയിമുകൾ പോലെയാണ്. അവിടെ തോൽക്കുന്നവർ അടുത്ത ഗെയിമിലേക്ക് മുന്നേറാൻ സാധിക്കില്ല. ഇതാണ് കളിയുടെ നിയമം. സ്ക്വിഡ് ഗെയിം അനുസരിച്ച് ഒരു കളിക്കാരൻ തോറ്റാൽ അവൻ മരിക്കും. ആദ്യത്തെ ഗെയിമിൽ തന്നെ തോറ്റുപോകുന്നവർ മരിക്കുമെന്നുള്ള സത്യാവസ്ഥ അവരെല്ലാവരും മനസ്സിലാക്കുന്നു. ഗെയിമിൽ വിജയിക്കുന്നവർക്ക് 45.6 ബില്യൺ ലഭിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ ആശയം മനസ്സിലായിട്ടുണ്ടാകും. ചെറിയ ചെറിയ ഗെയിമുകളാണ്, ചെറിയ പ്രായത്തിൽ നമ്മൾ കളിച്ച ചെറിയ ഗെയിമുകൾ. പക്ഷെ അതിൽ പരാജയപ്പെടുന്നവർ അവസാനം മരിക്കേണ്ടി വരും. വിജയിക്കുന്നവർക്ക് മാത്രമാണ് വലിയൊരു തുക ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ജീവിതം ഇപ്പോൾ ജയിക്കാൻ വേണ്ടി മാത്രമായി ഉള്ളതായിരിക്കണം. അങ്ങനെ മരണത്തിനും വിജയത്തിനും ഇടയിലുള്ള ഒരു ജീവിതമാണ് സ്ക്വിഡ് ഗെയിമിലൂടെ ഹോങ് കാണിച്ചു തരുന്നത്. ഏകദേശം ഈ ഒരു TV സീരീസിൽ 30ഓളം ഭാഷയിലെ സബ്ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. 90 രാജ്യങ്ങളിൽ സ്ക്വിഡ് ഗെയിം പുറത്തിറക്കി. നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ച് 111 മില്യൺ വ്യൂവർഷിപ്പ് അവർക്ക് ലഭിച്ചു. ഇത് TV സീരീസിന്റെ തന്നെ ഒരു വലിയ വിജയമായിരുന്നു. ഇനി ഈ ഗെയിമുകൾ കണ്ടക്ട് ചെയ്യാൻ, ഹോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളെ നിർത്തിയിട്ടുണ്ട്. അവർ പിങ്ക് നിറത്തിലുള്ള യൂണിഫോമും മുഖംമൂടിയും ധരിച്ചിരിക്കും. ചതുരം, ത്രികോണം, വൃത്തം എന്നിവ അനുസരിച്ചാണ് റാങ്കുകൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥ ജീവിത സംഭവങ്ങളെ ഈ ചിഹ്നങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സംവിധായകനായി അദ്ദേഹം മാറി. അതായത് സാധാരണ ജനങ്ങളെയും സർക്കാരെയും എടുത്താൽ പ്രധാനമന്ത്രിയോടോ മുഖ്യമന്ത്രിയോടോ നമുക്ക് നേരിട്ട് ചെന്ന് സംസാരിക്കാനാകില്ല. ചിലർ സംസാരിക്കും, എന്നാൽ സാധാരണ അടിത്തട്ടിൽ കഴിയുന്ന ജനങ്ങൾക്കൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. ആദ്യം MLAയുമായി സംസാരിക്കണം, പിന്നെ MP. ഇതുപോലെ തന്നെയാണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നവർക്ക് ഗെയിമിന്റെ ഹോസ്റ്റുമായി സംസാരിക്കാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി ചില ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ട്. ഇവരിൽ പോലും ചില ശ്രേണിയുണ്ട്. ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, തേർഡ് ടയർ ഇങ്ങനെയുണ്ട്. കൂടാതെ ഈ ഗെയിമിന് ഫ്രണ്ട്മാൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തലവനുണ്ട്. ഇനി ഗെയിം നടക്കുന്നത് ഒരു ദ്വീപിലാണ്. ഇനി ഈ ഗെയിമിൽ പങ്കെടുക്കുന്നവരുടെ മരണം സമ്പന്നരായ പ്രേക്ഷകർക്ക് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നു. ഈ മരണങ്ങൾ കാണാൻ സമ്പന്നർ പണം നൽകുകയും ചെയ്യുന്നു. ഈ TV പരമ്പരയിൽ മുതലാളിത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് തന്നെയുണ്ട്. ഹ്വാങ് തന്റെ അഭിമുഖങ്ങളിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ സൗത്ത് കൊറിയയിലുള്ള പല പ്രശ്നങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്രശ്നം 2008 വന്നത്. 2008 ലേമൻ ബ്രദേഴ്സ് പാപ്പരാത്തം ഫയൽ ചെയ്തപ്പോൾ പല രാജ്യങ്ങളെയും അത് ഞെട്ടിച്ചു. പല രാജ്യങ്ങളിലും അതൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങൾ, പലർക്കും ജോലി നഷ്ടപ്പെടുകയും പലരും കടക്കണിയിലാവുകയും ചെയ്തു. ഷെയർ മാർക്കറ്റ് അടിത്തട്ടിലെത്തി. ഓഹരി ഉടമകൾ യാചകരായി മാറി. ഇത് ലോകമെമ്പാടും വലിയ പ്രശ്നമുണ്ടാക്കി. ഈ ഒരു സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഹോങ് പറഞ്ഞത്, ഇങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതമുള്ളത്. അവരുടെ ജീവിതത്തിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. ദരിദ്രർ വളരെയധികം കഷ്ടപ്പെടുമ്പോൾ സമ്പന്നർ സമ്പന്നരായി തന്നെ തുടരുന്നു. കൊറോണ വൈറസ് പാൻഡമിക്കിൽ പലരും ജോലി നഷ്ടപ്പെട്ടതിന്റെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. ഈ മഹാമാരി മൂലം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ ഇപ്പോൾ എന്താണ് നേടാൻ പോകുന്നത്? ഈ മഹാമാരിയിലൂടെ തന്നെ നമ്മൾ ജീവിക്കണം. ഇങ്ങനെയുള്ള ആ സമയത്തുണ്ടായിരുന്ന സാഹചര്യത്തെയും ഈ ഒരു ഗെയിമിൽ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്വിഡ് ഗെയിമിൽ പങ്കെടുത്തവരും ജീവിക്കാനും വിജയിക്കാനും ആഗ്രഹിച്ചവരായിരുന്നു. ഈ ഗെയിമിൽ ഒരുപാട് പാവപ്പെട്ടവരെ വാതുവയ്ക്കുന്ന പണക്കാരുമുണ്ട്. ഇങ്ങനെ ഈ സമ്പന്നരിൽ ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു എന്നുള്ള ചില പരാമർശങ്ങളും ആ സമയത്ത് ഉയർന്നിരുന്നു. ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ഇതിനുള്ളിൽ വന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. VIP-കൾക്കിടയിലെ ഒരു കഥാപാത്രമായി ട്രംപിനെയും കാണിക്കുന്നുവെന്ന് ഇന്റർനെറ്റിൽ പലരും പറഞ്ഞിരുന്നു. ഇത് സംവിധായകൻ നേരിട്ട് അറിയിച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ അതൊരു ഊഹാപോഹം മാത്രമായിരുന്നു. സമ്പന്നർ പാവപ്പെട്ടവരുടെ ജീവിതവുമായി കളിക്കുന്നു എന്നുള്ളതായിരുന്നു അവിടെ പ്രധാനപ്പെട്ട സന്ദേശം. ഈ TV സീരീസിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ കഥാപാത്രം ഒരു ഓട്ടോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഒരു ഓട്ടോ ഇൻഡസ്ട്രി കോർപ്പറേഷൻ തകർന്നാൽ എത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
ഫോർഡ് ഇന്ത്യ വിട്ടപ്പോൾ ഏകദേശം 4 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ജോലി ചെയ്യുന്നവർ. ഇതുപോലെ 2009 ദക്ഷിണ കൊറിയയിൽ സാംയോങ് മോട്ടോഴ്സ് സ്ട്രൈക്ക് സംഭവിച്ചു. ഈ പണിമുടക്ക് കാരണം 2642 തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ദക്ഷിണ കൊറിയയിലെ കോടതി ഈ തൊഴിലാളികളോട് കോർപ്പറേറ്റിന് ഭീമമായ തുക നൽകാനും ആവശ്യപ്പെട്ടു. ഈ കോടതി ഉത്തരവിനെ തുടർന്ന് ഭയന്നുപോയ 14 കുടുംബങ്ങളായിരുന്നു ആത്മഹത്യ ചെയ്തത്. ഇങ്ങനെ ഹ്വാങ് തന്റെ TV പരമ്പരയിൽ ആ തൊഴിലാളികളുടെ കഷ്ടപ്പാടുകളും പരോക്ഷമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ TV സീരീസിലെ രണ്ടാമത്തെ കഥാപാത്രം ഷെയർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഷെയർ മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസിയിലും പലർക്കും തങ്ങളുടെ സാമ്പത്തികം നഷ്ടമായി എന്ന് ഹ്വാങ് പറയുന്നുണ്ട്. ഷെയർ മാർക്കറ്റിൽ വിജയിച്ചാൽ അവർ നല്ല ജീവിതം നയിക്കുന്നു, തോറ്റാൽ അവർ മരിക്കും. മൂന്നാമത്തെ പോയിന്റ് രാജ്യങ്ങളുടെ കടമാണ്. ഈ കടം കാരണം പൗരന്മാർ ഈ കടമടയ്ക്കേണ്ട അവസ്ഥ വരുന്നു. ലോകത്തിലെ ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള കടമുണ്ട്. ഈ കടങ്ങൾ സർക്കാർ തിരിച്ചടയ്ക്കുന്നില്ല, എന്നാൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് അടയ്ക്കുന്നത് പൗരന്മാരാണ്. ഇങ്ങനെ ജനങ്ങൾ ആ ഒരു ഭാരവും ചുമക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ജീവിക്കണോ, പണമടയ്ക്കണോ, EMI അടയ്ക്കണോ എന്നറിയാത്ത സാഹചര്യത്തിൽ സാധാരണക്കാർ മരണമാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു സാഹചര്യം ആ TV സീരീസിലും പറയുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ സമ്പന്നർ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ആ രാജ്യത്ത് പലരും ദരിദ്രരാണ്. ഒരു ഭാഗം മാത്രം സമ്പന്നരായി എപ്പോഴും ജീവിക്കുന്നു. ഇനി മറുവശത്തെ പാവങ്ങളാണ് സ്ക്വിഡ് ഗെയിമിലെ പങ്കാളികൾ. ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് പറയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ TV സീരീസിലൂടെ പരോക്ഷമായി എടുത്തു കാണിച്ചു. ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് കാണിച്ചു കൊടുത്തു. സീസൺ 1 സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയപ്പോൾ തനിക്ക് വളരെയധികം സമയമെടുത്തതായി ഹ്വാങ് പറഞ്ഞിരുന്നു. സീസൺ 2 വീണ്ടും ഒരുപാട് സമയമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ സീസൺ 2 പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ സ്ക്വിഡ് ഗെയിമിന്റെ രണ്ടാമത്തെ സീസണും പ്രേക്ഷകരിലേക്ക് അദ്ദേഹം എത്തിച്ചു. വർഷങ്ങളായി ഹ്വാങ് ഈ തിരക്കഥ മുറുകെ പിടിക്കുകയായിരുന്നു. ഉപജീവനത്തിനായി ഒരിക്കൽ അദ്ദേഹം സ്വന്തം ലാപ്ടോപ്പ് വിറ്റതായും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, നമ്മളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെ ചിന്തിച്ച് ഹ്വാങ്ങിനെ ഇന്ന് ലോകം പ്രശംസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിജയത്തിനായി ലോകവും കാത്തിരിക്കുകയാണ്, തയ്യാറാണ്. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. സ്ക്വിഡ് ഗെയിം പോലുള്ള സീരീസ് ഇന്ത്യയിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതുപോലെ ഒരു റിയാലിറ്റി ഷോ ആയിരിക്കില്ല. അതായത് ഇപ്പോഴുള്ള റിയാലിറ്റി ഷോസ് പോലെ ഒന്നും ആയിരിക്കില്ല. ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ സിനിമയായും സീരീസായും നിർമ്മിക്കുന്ന സംവിധായകർ നമുക്ക് ആവശ്യമാണ്. അത് പുറത്തിറങ്ങുകയും വിജയിക്കുകയും ചെയ്യണം. യഥാർത്ഥ ജീവിത സംഭവങ്ങളെ സിനിമയാക്കണം. ജാതിയും മതവും പറയുന്ന സിനിമകളെ ഒഴിവാക്കണം. ഇന്ത്യൻ സിനിമകളിൽ ഹീറോയിസം വളരെ കൂടുതലാണ്. യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങൾ സിനിമയായും TV സീരീസായും ആക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ക്വിഡ് ഗെയിം ഒരു വലിയ വിജയമാകാൻ കാരണം. മറ്റ് സീരീസിൽ നിന്നെല്ലാം അത് വേറിട്ട് നിൽക്കാനും കാരണം. നിങ്ങൾ ഇതുവരെയും സ്ക്വിഡ് ഗെയിം കണ്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അതിൽ ഒരുപാട് വയലൻസ് ഉണ്ട്. എന്നാൽ ആ വയലൻസ് എന്നത് പലരുടെയും ജീവിതമാണ്, പലരുടെയും ദുരിതമാണ്. നമ്മളും ഇങ്ങനെ ഒരു ഓട്ടത്തിലാണ്. ജീവിക്കണോ മരിക്കണോ, അല്ലെങ്കിൽ ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു ജീവിതം. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇൻഡയറക്റ്റായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരാണ് ഇതുപോലെ ഒരു ജീവിതം ജീവിക്കുന്നത്? നിങ്ങളും സ്ക്വിഡ് ഗെയിമിന്റെ ഒരു ഭാഗമാണെന്ന് ചിന്തിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി അതിനെ കണക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലായും പറഞ്ഞത് സീസൺ 1 കുറിച്ച് മാത്രമാണ്. അതുപോലെ തന്നെ സീസൺ 2 കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ സ്ക്വിഡ് ഗെയിം എന്നത് യഥാർത്ഥ ജീവിതത്തിലും സംഭവിച്ച ഒരു ഗെയിമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നതായും പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സ്ക്വിഡ് ഗെയിമിന്റെ അടുത്ത ഭാഗത്തിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.